ഏതാണ്ട് വർഷങ്ങളോളം ഏതാണ്ട് 65-70 വർഷം പഴക്കമുണ്ട് മാതാ ബേക്കറിക്ക് അല്ലേ? തെരുവത്ത് മത്തഞ്ചേട്ടന്റെ ബേക്കറിയാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് മത്തഞ്ചേട്ടനും തുടങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നത് ചേർത്തി അല്ല ആൽപ്പാറ ജോണിയേട്ടൻ മരിച്ചത് അന്ന് ദേവമാതാന്ന് പേരല്ലേ? രണ്ട് ബേക്കറി ഉണ്ടായിരുന്നു. ഈ ബേക്കറി എല്ലാ ഇവിടുത്തെ ബേക്കറികളിലൊക്കെ തുടക്കം മത്തായി കുഞ്ഞാട്ടും ജോസേട്ടനും ഒക്കെ ഈ ബേക്കറിയിലായിരുന്നു ബെസ്റ്റ് ബേക്കറി. ഒരു അമ്മാവൻ കേട്ടോ, അറിയത്തില്ലാത്തവർക്ക് അറിയാവുന്ന അമ്മാവനാണ്. പിള്ളേരൊക്കെക്കാര് അവരെല്ലാം അമേരിക്കയിലാണ്. എല്ലാവരും അമേരിക്കയിൽ. ഇവിടെ വന്നവരെല്ലാം രക്ഷപ്പെട്ടു. അമേരിക്ക ഫ്ലോറിഡയാണ്. പിന്നെ ഈ ബേക്കറിയില് നിന്നവരെല്ലാം രക്ഷപ്പെട്ടു. എല്ലാവരും രക്ഷപ്പെട്ടു. അവരാജേട്ടൻ മാത്രം രക്ഷപ്പെടാനിരിക്കുന്നു. അല്ല മക്കളൊക്കെ എന്നെ എടുക്കുന്നു. മക്കള് മൂത്ത മോള് നഴ്സിംഗ് കഴിഞ്ഞപ്പോ മാർച്ചിൽ ജോലി ചെയ്യുന്നു. പിന്നെ ചെറുക്കനും ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം അവരെല്ലാം നേരമ്പൊക്കെ ചെയ്യുക. ഇതൊക്കെ നേരമ്പൊക്കെയായിട്ട് എടുക്കുക. പിന്നെ വേറെ കാര്യമുണ്ട്. സ്റ്റീഫൻ ഇപ്പൊ എവിടെയാണ്? അമേരിക്കയിലെ ചേച്ചി അവിടെ കൊച്ചുകുന്നല്ലേ അങ്ങനെയാണല്ലോ. മറ്റേ വേറെ ചേച്ചി ഉണ്ടല്ലോ പുള്ളിക്കാരി യുകെയില്. പിന്നെ ആരെങ്കിലും ഉണ്ടോ? അപ്പം അമ്മച്ചി അമ്മച്ചി കതിനാളായി? 3 മാസമായി. ഞാൻ പറയുന്നത് ഓർപ്പിക്കാൻ വേണ്ടി. ഈ ബേക്കറിയിൽ ഇപ്പോഴും ഇതുപോലെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എളിമയുടെ ഒരു മുഖമായിട്ട് നമ്മളിപ്പോ സാധനം മേടിച്ചില്ലല്ലോ. ഈ ഇരിക്കുന്ന അവറാച്ചേട്ടന്റെ മുഖം കണ്ടാൽ മതി, നമ്മൾ മേടിക്കാൻ തോന്നില്ല. മധുരത്തിന്റെ ആവശ്യമില്ല. അതാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് കേട്ടോ. അത് വളരെ സന്തോഷം കണ്ടതില്. മാത്രമല്ല മത്തച്ചേട്ടൻ ഈ കാര്യം ഓർപ്പിച്ച മത്തച്ചേട്ടനെ കേട്ടോ, മത്തഞ്ചേട്ടനാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ലോകം പോയി ആൾക്കാർ കാണുമ്പോഴും പറയാനുണ്ടോ? ഇപ്പൊ ഏത് വർഷമാണ് പഠിച്ചതൊക്കെ? ഞങ്ങളൊക്കെ 84. അതെ, ഞങ്ങളുടെയൊക്കെ കൂട്ടുകാരൊക്കെ പിന്നെ ഞാൻ ഒന്നിച്ച് പഠിച്ചതാ. പിന്നെ റോബ്സൺ ഉള്ളിലാളെ പഠിച്ചല്ലേ? ഇപ്പൊ ആരാ ഈ ബേക്കറി ഒക്കെ ഇപ്പൊ നമ്മൾ പണിയാണോ? ഓർമ്മയൊക്കെ ഉണ്ടോ? പണിക്കാരൊക്കെ മേടിക്കുക. വളരെ സന്തോഷം. സാധനം കൂടെ കിട്ടും. വിളിച്ചു പറഞ്ഞാൽ 10 മണിയാകുമ്പോൾ സാധനം കിട്ടും. എല്ലാ സാധനവും കൂടെ കിട്ടും. ഒന്നും അറിയണ്ട. എല്ലാ സാധനവും 10 മണിയാകുമ്പോൾ നമ്മൾ കണ്ടുപോകാൻ കഷ്ടപ്പെടാം. ഉച്ച കഴിഞ്ഞ് പിന്നെ പപ്സ് ആവുള്ളൂ. ഇപ്പൊ 10 മണിയാകുമ്പോഴത്തേക്കും എല്ലാ സാധനം ഇവിടെ വരും. അലമാരും അറിയുക. പണ്ടൊക്കെ പഴയ നക്കി തരും. നമ്മള് നമ്മള് രാവിലെ ഉച്ചയാകുമ്പോഴേ പപ്സ് ആവുള്ളൂ. ഉച്ച കഴിഞ്ഞാൽ പപ്സ് ആവില്ല. തലേ ദിവസം മാവ് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മള് മാവ് കുഴച്ച് വൈകുന്നേരം ആവത്തെ 2 ദിവസം റൊട്ടിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഇതൊരു കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഇന്നിപ്പോ മാവ് കുഴച്ച് അന്നേരം മെഷീൻ ഇല്ല. അതെല്ലാം കൈ കൊണ്ടുള്ള പണിയല്ലായിരുന്നു. ഇപ്പോഴാണ് എല്ലാം മെഷീൻ. ഓക്കെ, താങ്ക് യു കേട്ടോ ചേട്ടാ. ഓക്കെ.